നമസ്കാരം. ഒരു ദൃശ്യം കാണിക്കാം. ഇത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ദേ നോക്കിയേ. ഒരു ആകാശ ദൃശ്യമാണ്. ആ രാത്രികാല ദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വിദേശത്തെ ഏതോ നാടാണ്. കാര്യം വിദേശ നാടുകളിലാണല്ലോ ഇത്തരം റോഡുകൾ കണ്ട് നമുക്ക് പരിചിതമുള്ളത്. പക്ഷേ അല്ല. കേരളത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ദേശീയപാതയുടെ രാത്രികാല ദൃശ്യമാണ്. 10 വർഷം മുന്നേ ഇങ്ങനെ ഒരു ദൃശ്യത്തെ നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് പരതി നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് കാണുന്ന ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മകളിലേക്ക് അങ്ങ് പതിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. 10 വർഷം മുന്നേ ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. ഇന്നിപ്പോൾ 10 വയസ്സായി. അന്ന് 1 വയസ്സായ കുട്ടിക്ക് ചിലപ്പോൾ ആ ഓർമ്മകൾ ഉണ്ടാകില്ല. അന്ന് 10 വയസ്സായിരുന്നവർക്കും ചിലപ്പോൾ ഓർമ്മകൾക്ക് ചില മങ്ങലേറ്റിട്ടുണ്ടാകാം. പക്ഷേ 20 വയസ്സ് മുതൽ പ്രായപൂർത്തിയായിട്ടുള്ള സകലമാന പേർക്കും 10 വർഷം പിന്നിലേക്ക് എടുക്കുമ്പോൾ കേരളം എന്തായിരുന്നു എന്ന് ചിന്തിക്കാം. നിങ്ങളുടെ നാട് എന്തായിരുന്നു എന്ന് ചിന്തിക്കാം. നിങ്ങളുടെ പരിസരങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. അതിൻ്റെ ഒരു മാറ്റമാണ് ഈ ദൃശ്യം. അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ്. ഇത്രയും വലിയ മാറ്റം 10 വർഷം കൊണ്ടൊരു നാട്ടിൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് വിദേശത്തിരിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഇപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഗൾഫ് നാടുകൾ സന്ദർശിക്കാൻ ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. എന്തുകൊണ്ടാണ്? വിദേശത്തുള്ള മലയാളികൾ ഈ നാട്ടിൽ വരുമ്പോൾ ഈ നാട്ടിൽ എന്താണ് പുരോഗമനം വരാത്തത്? വിദേശ നാടുകളിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡുകളായിക്കോട്ടെ, ജനങ്ങളുടെ ജീവിത സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മുടെ നാട്ടിൽ മാത്രം വരുന്നില്ല എന്ന പരാതികൾ പറഞ്ഞിരുന്ന മനുഷ്യർ ഇന്നിപ്പോൾ പിണറായി വിജയന് നേരെ കൈയടിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരമൊരു മാറ്റം വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണാൻ കഴിഞ്ഞിരുന്ന ആ മാറ്റം നമ്മുടെ നാട്ടിലേക്ക് ദൃശ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മാറ്റം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം പിരിച്ചെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിനു വേണ്ടിയുള്ളതാണ് നികുതിപ്പണമെന്ന് 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സർക്കാർ തെളിയിച്ചിരിക്കുകയാണ്. ഇതിനെയാണ് കേരളത്തിലെ ഡീഗ്രേഡ് മൊയന്തുകൾ നിരന്ന് നിന്ന് ഒന്നും നടന്നില്ലേ, ഒരു മാറ്റവും വന്നില്ലേ, അഴിമതി എന്നുള്ള വ്യാജത്തരമൊക്കെ കാട്ടിക്കൊണ്ട് പല കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളുടെ കയ്യിൽ നികുതിപ്പണത്തിൽ നിന്ന് തന്നെ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചിട്ടുണ്ട്. 62 ലക്ഷം വയോധികരായ മനുഷ്യർക്കാണ് മുടങ്ങാതെ 1600 രൂപയും ഇനി അത് 2000 രൂപയും കൊടുക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ പശ്ചാത്തല സൗകര്യ വികസനം, പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ റോഡായിക്കോട്ടെ, നടപ്പാതകളായിക്കോട്ടെ, പാലങ്ങളായിക്കോട്ടെ, അങ്ങനെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കഠിന പ്രയത്നം നടത്തി. ആ കഠിന പ്രയത്നം നടത്തിയതിന്റെ ഭാഗമായിട്ട് പല മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ ഈ കണ്ട കാഴ്ച. ഈ കാഴ്ച നിങ്ങളെ വിസ്മയിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിസ്മയത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിന് വലിയൊരു ഇച്ഛാശക്തിയുണ്ട്. ഈ നാട്ടിൽ ദേശീയപാത വേണ്ട എന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനമെടുത്തതിനെ കുറിച്ച് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. അതിവേഗ റോഡോ കേരളത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കേരളത്തിന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത്രമാത്രം സാധ്യമാകും സ്ഥലം എടുപ്പ് സംബന്ധിച്ചുള്ള എതിർപ്പുകളെ ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. കേട്ടല്ലോ, ഇതായിരുന്നു നിലപാട്. ഇതൊന്നും നടത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചെടുത്ത് നടത്തി കാണിച്ചതാണോ ഏറ്റവും നല്ല ഭരണമികവ്? നടത്താൻ കഴിയില്ല എന്ന രീതിയിൽ നിസ്സഹായാവസ്ഥ പറഞ്ഞുകൊണ്ടിരുന്നതാണോ ഭരണമികവെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നടക്കില്ല എന്ന് ഉപേക്ഷിച്ചു പോയതിനെ നടപ്പാക്കി കാണിച്ചു കൊടുത്ത ഭരണകർത്താക്കളെ അഭിനന്ദിക്കുകയാണോ കുറ്റം പറയുകയാണോ വേണ്ടത്? കുറ്റം പറയുന്നവരെ ഒറ്റ കാരണമേ ഉള്ളൂ, അവരെ കൊണ്ട് ചെയ്യാനും കഴിയില്ല, അവർ ചെയ്യത്തുമില്ല. ചെയ്യുന്നവരെ കുറ്റം പറയുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ തീറ്റിക്കുകയുമില്ല. അതാണ് ആര്? കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും. ചെയ്തവരെ പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, ചെയ്തതിനെ മോശമായി ചിത്രീകരിക്കുക. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആ ദൃശ്യം നിങ്ങളെ തെളിയിച്ചു തന്നില്ലേ? ഇതാണ് കേരളത്തിലെ മാറ്റം. 10 വർഷം പിന്നിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഓർമ്മകളിൽ പൊടി തട്ടി എടുക്കാൻ പറ്റുമെങ്കിൽ ഈ മാറ്റങ്ങൾ നിങ്ങളെ വിസ്മയിപ്പിക്കും. അതാണ് ഇന്നത്തെ കേരളം എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കും. അത് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റം വേണമോ എന്നുള്ള ചിന്തയ്ക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടതെന്നും പറയേണ്ടി വരികയാണ്.